Hello, my dear മക്കളെ. Let's step into the exciting world of English. മക്കളെ, നമ്മുടെ SSLC ഫസ്റ്റ് ചാപ്റ്റർ ഇംഗ്ലീഷ് ഓർമ്മയുണ്ടോ? A very old man with enormous swing. ഓർമ്മയുണ്ടോ? എന്താണ് ആ കഥ? ഒരു കിഴവൻ മാലാക അല്ലെ, മാലാക എന്നവർ വിശ്വസിക്കുന്ന ഒരു കിഴവൻ എവിടെ എത്തുകയാണ്? പലായയുടെയും എലിസന്റയുടെയും വീട്ടിൽ. എന്നിട്ട് അതിനുശേഷം നടക്കുന്ന ഒരുപാട് കാര്യങ്ങളല്ലേ ആ കഥയിൽ പഠിക്കാനുള്ളത്. ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും ഇതേ സെയിം ചാപ്റ്റർ ബേസ് ചെയ്തിട്ടാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കാനാണ്. ഈ ഒരു കഥ ബേസ് ചെയ്തിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 5 മാർക്കാണ് മക്കളെ. അപ്പോൾ ഒരു നല്ല ന്യൂസ് റിപ്പോർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. ക്ലിയർ ആണോ മക്കളെ? യെസ്. നോക്കിയേ, എങ്ങനെയാ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തെല്ലായിടത്തും ന്യൂസ് റിപ്പോർട്ടിന് ഒരേ ഒരു സ്ട്രക്ചറേ ഉള്ളൂ. എന്താണത്? ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലാണ്. എന്ന് വെച്ചാൽ തല തിരിഞ്ഞ ഒരു പിരമിഡിന്റെ സ്റ്റൈലിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വായനക്കാർ എന്തായാലും അറിഞ്ഞിരിക്കണം എന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ന്യൂസ് റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗത്ത് തന്നെ, ലീഡ് പാരഗ്രാഫിൽ തന്നെ എഴുതേണ്ടത്. അതിനുശേഷമായിരിക്കണം അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ അതിൻ്റെ തൊട്ട് താഴെ ഭാഗങ്ങളിലും, പിന്നെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഫോളോ അപ്പിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതുമായ മാത്രം കാര്യങ്ങളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഏറ്റവും അടിയിലായിട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു സ്ട്രക്ചർ മക്കളെ നമ്മൾ നിർബന്ധമായിട്ട് പാലിക്കണം. ഇങ്ങനെ എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ന്യൂസ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ആൻസർ എഴുതാൻ പറ്റുകയുള്ളൂ. ക്ലിയർ ആണോ മക്കളെ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഡീറ്റെയിൽ ആയിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ടിന്റെ ടെംപ്ലേറ്റ് പഠിക്കണം. ഈ ഒരു ടെംപ്ലേറ്റ്, ഈ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ എന്ത് എഴുതേണ്ടത്? ന്യൂസ് റിപ്പോർട്ടുകൾ എഴുതേണ്ടത്. അതെങ്ങനെയാ നോക്കിയേ. ആദ്യം നമുക്ക് വേണ്ടുന്ന ഒരു ഹെഡ്ലൈൻ ആണ്. നല്ല ക്യാച്ചി ആയിട്ടുള്ള ഒരു തലക്കെട്ട് കൊടുക്കണം അല്ലേ? ആ തലക്കെട്ട് വായിക്കുമ്പോൾ തന്നെ ആളുകൾ എന്ത് ചെയ്യണം? ഈ ന്യൂസ് വായിക്കാൻ അട്രാക്റ്റഡ് ആവണം. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് ബൈലൈൻ. ആരാണ് ഈ ന്യൂസ് റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത്? ഹൂ ഇസ് ഫയലിംഗ് ദ ന്യൂസ് റിപ്പോർട്ട്? ഏത് വ്യക്തിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു ബൈലൈൻ കൊടുക്കണം. അവിടെ നിങ്ങൾക്ക് സ്റ്റാഫ് റിപ്പോർട്ടറിനോ നിങ്ങളുടെ പേരോ ഒക്കെ കൊടുക്കാം. നിങ്ങൾ പത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? മലയാള മനോരമയൊക്കെ ആണെങ്കിൽ മനോരമ ലേഖകൻ അല്ലെങ്കിൽ സ്വന്തം ലേഖകൻ എന്നൊക്കെ കൊടുക്കുന്നത് ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ബൈലൈൻ എന്ന് വിളിക്കുന്നത്. ശേഷം പ്ലേസും ഡേറ്റും. ഒരു കാര്യം നടന്നത് കൊണ്ടാണല്ലോ അതൊരു വാർത്തയാവുന്നത് അല്ലേ? അപ്പം ആ സ്ഥലം ഏതാണെന്നും അത് അനുബന്ധിച്ചിട്ടുള്ള ഡേറ്റ് ഏതാണെന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലേസ് ലൈനും ഡേറ്റ് ലൈനും നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും എഴുതിയതിന് ശേഷം ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലീഡ് പാരഗ്രാഫ് എഴുതേണ്ടത്. അതിനുശേഷം ബോഡി, പിന്നെ കൺക്ലൂഷൻ. ലീഡ് പാരഗ്രാഫ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ മക്കളെ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യ പാരഗ്രാഫ് തന്നെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാം. അപ്പൊ ഏതൊക്കെയാ സാറേ ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? സാർ ഒരു വഴി പറഞ്ഞുതരാം, പേടിക്കണ്ട. നിങ്ങൾ എഴുതുന്ന ലീഡ് പാരഗ്രാഫിൽ 5W1H നോക്കിയ മക്കളെ, 5W1H വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലീഡ് പാരഗ്രാഫ് കംപ്ലീറ്റഡ് ആണ്. ക്ലിയർ ആണോ? ഏതൊക്കെയായി 5W1H? ഒന്നാമത്തത് ഹൂ. ഒരു വാർത്ത ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും സംഭവിക്കണ്ടേ? അപ്പൊ ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ലീഡ് പാരഗ്രാഫിൽ എഴുതിയിരിക്കണം. അത് ഹൂ, ആരൊക്കെ ഇൻവോൾവ് ആയി, വോട്ട്, എന്താണ് സംഭവം എന്ന് ചെറുതായിട്ട് നമ്മൾ ഒന്ന് വിശദീകരിക്കാം. രണ്ടാമത്തത് വെൻ, എപ്പോഴാണ് സംഭവിച്ചത് എന്ന് ആൾക്കാരെ അറിയിക്കാൻ. വെർ, എവിടെ വെച്ചാണ് സംഭവിച്ചത്. വൈ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഹൗ, എങ്ങനെയാണ് സംഭവിച്ചത്. ഈ 5W1H നിങ്ങളുടെ ലീഡ് പാരഗ്രാഫിൽ വന്നു കഴിഞ്ഞാൽ ലീഡ് പാരഗ്രാഫ് കംപ്ലീറ്റഡ് ആയി. അതിനുശേഷമാണ് നമ്മൾ ബോഡി പാർട്ട് എഴുതേണ്ടത്. നമ്മൾ നേരത്തെ എഴുതിയ ലീഡ് പാരഗ്രാഫ് കുറച്ചുകൂടെ നമ്മൾ വിശദീകരിച്ച് എഴുതുന്നതിനെയാണ് എന്ത്? ബോഡി പാർട്ട് എന്ന് വിളിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഈ മേൽ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ആളുകൾ പറയുന്ന കോട്ട്സുകൾ ഉണ്ടാവില്ലേ, ഇത് സംബന്ധിച്ച ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ, അത് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ബോഡി പാർട്ടിലാണ്. ശേഷം മാത്രമായിരിക്കണം നമ്മൾ കൺക്ലൂഷൻ എഴുതേണ്ടത്. കൺക്ലൂഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ബ്രീഫായിട്ട് വാർത്ത കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ന്യൂസ് റിപ്പോർട്ട് കംപ്ലീറ്റ് ആവും. ക്ലിയർ ആണോ മക്കളെ? ഇങ്ങനെ വേണം നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഉറപ്പ്. അടുത്തൊരൊറ്റ കാര്യം കൂടെ നോക്കിയേ. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്?
ഒരു കഥയിൽ താഴെയായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാം, ഒരു ആള് ഈ ഒരു ഓൾഡ് മാൻ്റെ അവസ്ഥ കാരണം ഒരു ന്യൂസ് എഡിറ്റർക്ക് കത്തയക്കുന്നു. ഇങ്ങനെ ഒരാളെ കൂട്ടിൽ അടച്ചിട്ടുണ്ട്, അയാൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് എഡിറ്റർക്ക് കത്തയക്കുന്നുണ്ട്. ആ ന്യൂസ് എഡിറ്റർ കത്ത് വായിച്ച ശേഷം അയാളുടെ ഒരു റിപ്പോർട്ടറിനെ, സ്റ്റാഫ് റിപ്പോർട്ടറിനെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വിടുകയാണ്. അപ്പം അത് കണ്ട, ആ കാഴ്ച കണ്ട ശേഷം ആ ന്യൂസ് റിപ്പോർട്ടർ എങ്ങനെയാണ് ഒരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കുക, തയ്യാറാക്കുക എന്നുള്ളതാ ക്വസ്റ്റ്യൻ. സാർ അതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാം മക്കളെ. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. നോക്കിയേ, ആദ്യം തന്നെ നമ്മളൊരു ബോക്സിനകത്ത് ഒരു ഹെഡിങ്ങോട് കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ്? വിങ്ഡ് മാൻ ഹെൽഡ് ഇൻ ചിക്കൻ കൂപ്പ് ഡ്രോസ് മിക്സഡ് റിയാക്ഷൻ ഇൻ കോസ്റ്റൽ വില്ലേജ്. ഒരു വൃദ്ധൻ, ചിറകുള്ള ഒരു മനുഷ്യനെ കോഴിക്കൂട്ടിൽ അടച്ചിട്ടുണ്ട്. അത് കാരണം ആ കോസ്റ്റൽ വില്ലേജിലെ ആളുകളെല്ലാം പല പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ആളുകളുടെ അഭിപ്രായങ്ങൾ, മിക്സഡ് റിയാക്ഷൻസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ആളുകൾക്ക് ഒരു സൂചന കൊടുത്തു, ഒരു ഹെഡ്ലൈന് വഴി. ശേഷം നോക്കിയേ, നമ്മൾ ബൈ ലൈൻ ആഡ് ചെയ്തു, സ്റ്റാഫ് റിപ്പോർട്ടർ. പിന്നെ മെക്കാൻഡോ ജൂലൈ 7. ഈ കഥ എഴുതിയിട്ടുള്ള മാർക്യൂസ് ഇല്ലേ, ഗബ്രിയേൽ ഗാർഷ്യ മാർക്യൂസ്, അദ്ദേഹം അധിക കഥകളിലും ഉൾപ്പെടുത്തുന്ന ഒരു സാങ്കല്പിക സ്ഥലമാണ് മെക്കാൻഡോ. അത് തന്നെയാണ് സാർ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലേസ് ലൈനും ഡേറ്റ് ലൈനും ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ലീഡ് പാരഗ്രാഫ് എഴുതിയിട്ട് ആളുകൾക്ക് ആദ്യം തന്നെ ഇതിന്റെ സസ്പെൻസ് അങ്ങോട്ട് പൊളിച്ചു കൊടുക്കുകയാണ്. നോക്കിയേ, ഇൻ എ ക്വയറ്റ് വില്ലേജ് ബൈ ദ സീ എ വീക്ക് മാൻ വിത്ത് വിങ്സ് ഈസ് ബീങ് കെപ്റ്റ് ഇൻ എ ചിക്കൻ കൂപ്പ് ആൻഡ് ദ പീപ്പിൾ ആർ പേയിങ് മണി ടു കം ആൻഡ് ലുക്ക് അറ്റ് ഹിം. എന്താ പറയുന്നത്, ഒരു വയസ്സനായിട്ടുള്ള ഒരാളെ, അതും എങ്ങനെയുള്ള ആളാ, ചിറകുകളുള്ള ആളെ ഒരു കോഴിക്കൂട്ടിൽ അടച്ചിട്ടുണ്ട്. എന്നിട്ട് ആളുകൾ കാശ് കൊടുത്തിട്ട് അയാളെ കാണാൻ വരികയാണ്. ഒരു സ്ട്രേഞ്ച് കാര്യമല്ലേ നടക്കുന്നത് മക്കളെ. ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഫീച്ചർ സ്റ്റൈലിൽ വേണം നമ്മൾ എഴുതാൻ. ഒരു വലിയ സംഭവം ഉണ്ടായതിന്റെ പിറ്റേന്ന് എഴുതുന്ന വാർത്ത പോലെയല്ല. നമുക്ക് ഈ കഥ അറിയാം. അപ്പം അയാളുടെ ഒരു ദുരിതം അനുഭവിക്കുന്ന ഒരാളുടെ കാര്യമാണ് നമ്മൾ വാർത്തകളിലൂടെ ജനങ്ങളിൽ എത്തിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഫീച്ചർ ടച്ച് വേണം നമ്മൾ കൊടുക്കാൻ. അതിനുശേഷം നോക്കിയേ, an elderly man with large wings was found few weeks ago in the courtyard of local residents Pelayo and Elisenda. പെലായോ എലിസൻഡ എന്ന് പറയുന്ന ദമ്പതികളുടെ വീട്ടിന്റെ മുറ്റത്ത് കോർട്ട്യാർഡിലായിട്ട് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് ഈ ഒരു വയസ്സനെ കണ്ടെത്തിയത് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. At first, the man was met with suspicion and curiosity. ആദ്യ കാഴ്ചയിൽ ഇയാളെ കാണുമ്പോൾ ആൾക്കാർക്ക് കുറച്ചൊരു ഉത്കണ്ഠയും അതുപോലെ തന്നെ ഒരു കൗതുകവും ഒക്കെ ഉണ്ടായിരുന്നു. However, a neighbor called him an angel. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്, ആദ്യം കണ്ട മാത്രമേ ആളുകൾക്ക് എന്തുണ്ടായിരുന്നുള്ളൂ, ഒരു ഭയമോ അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരുടെ അയൽവാസിയായിട്ടുള്ള ഒരു ചേച്ചിയാണ് ഇവരെ ഒരു ഏഞ്ചൽ എന്ന് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, the sudden cure of Elisenda and Pelayo's sick child strengthened this belief. നമുക്കറിയാം, പെലായോയ്ക്കും എലിസണ്ടയ്ക്കും ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഒരു രോഗം ബാധിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ഇയാൾ വന്നതിന് ശേഷം ഈ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ അസുഖം മാറി ഒരു രോഗമുക്തി ഉണ്ടായി. അപ്പം എന്ത് ചെയ്തു, ആളുകളെല്ലാം വിശ്വസിച്ചു എന്താണ്, ഇതൊരു ഏഞ്ചൽ തന്നെയാണെന്ന്. അപ്പം എന്ത് സംഭവിച്ചു, ഇത് ശരിക്കും ഒരു ഏഞ്ചൽ ആണെന്ന് അവരുടെ ഒരു വിശ്വാസത്തിനെ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു. എന്ത് കാരണത്താൽ, കുട്ടിക്ക് പെട്ടെന്ന് രോഗമുക്തി ഉണ്ടായപ്പം. ന്യൂസ് അബൌട്ട് ദ സോ കോൾഡ് ഏഞ്ചൽ സ്പ്രെഡ് ക്വിക്ലി ആൻഡ് പീപ്പിൾ ഫ്രം നിയർ ബൈ ഏരിയ സ്റ്റാർട്ടഡ് ടു കമ്മിങ് ടു സീ ഹിം. അല്ലേ, ഒരു ഏഞ്ചൽ വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത എന്താണ്, ഒരു കാട്ടുതീ പോലെ പടർന്നു. അത് കാരണം എന്താ സംഭവിച്ചത്, ആളുകൾ ദൂരദേശത്തു നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ഈ ഒരു മാലാഖയെ കാണുകയാണ് എന്നുള്ള കാര്യം നമ്മൾ ആഡ് ചെയ്തു. Seizing the opportunity, Elisenda and Pelayo are making a huge profit. അല്ലേ, ഇതൊരു അവസരമായി കണ്ട് മുതലെടുത്തുകൊണ്ട് പെലായോയും ഭാര്യ എലിസന്റെയും ഒരുപാട് പണം ഉണ്ടാക്കുകയാണ് എന്ന് നമ്മൾ പറയണം. The old man is kept in a chicken coop and the couple is charging visitors 5 cents to see him. അല്ലേ, എന്താണ് ഇയാളുടെ ശരിക്കത്തെ ദുരിതം, ഇയാൾ ഒരു കോഴിക്കൂട്ടിൽ അടച്ചിരിക്കുകയാണ്. എന്നിട്ട് ആളുകൾ കാശ് കൊടുത്താണ് ഇയാളെ കാണുന്നത്. 5 സെന്റ് ഈടാക്കിയാണ് പെലായോയും എലിസന്റെയും ഇയാളെ കാണിച്ചു കൊടുക്കുന്നത്. മക്കളെ, നമ്മുടെ ലീഡ് പാരഗ്രാഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഈ ബോഡി പാർട്ടിലല്ലേ നമ്മൾ കൂടുതലായിട്ടും ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വേണം നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ. ആദ്യം വായനക്കാർക്ക് ആവശ്യമുള്ളത് കൊടുക്കുകയും അതിൻ്റെ ഡീറ്റെയിൽസ് എക്സ്റ്റെൻഡഡ് ആയിട്ട് നമ്മൾ ലീഡ് പാരഗ്രാഫിൽ കൊടുത്തു. നോക്കിയേ, കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. എന്തൊക്കെ വരുന്നുണ്ട്, കോട്ടുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഫോളോ അപ്പ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. നമുക്ക് നോക്കാം. The visitors have faced criticism for their inhuman behavior toward the wingman. ഈ ആളുകളുടെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഈ പ്രവൃത്തി,
എന്ത് ചെയ്യാണ്, ഒരുപാട് ക്രിറ്റിസിസം, വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് സേസ് ദാറ്റ് മെനി ഗോക്ക് അറ്റ് ഹിം, മോക്ക് ഹിം ആൻഡ് ഈവൻ ത്രോ ഫുഡ്. അല്ലെ, ആളുകൾ അയാളെ കണ്ണുകൊണ്ട് എന്താ പറയാ, കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ്, അതുപോലെ തന്നെ പരിഹസിക്കുകയാണ്, മോക്ക് ചെയ്യാണ്, അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ഇയാളുടെ മേത്തേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ ഒരു ഇൻഹ്യൂമൻ പ്രവൃത്തി അവിടെ ചെയ്യുന്നുണ്ട് എന്ന് വാർത്ത വായിക്കുന്ന ആളുകളെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നു. Despite this treatment, the old man remained silent and passive, confined to a dilapidated chicken coop. ഇത്രയൊക്കെ ആളുകൾ ദ്രോഹിച്ചിട്ടും ഈ മനുഷ്യൻ ഇതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. അയാൾ എന്ത് ചെയ്യാണ്, വളരെ സൈലന്റ് ആയിട്ട്, പാസീവായിട്ട്, ഒന്നിനോടും പ്രതികരിക്കാതെ ആ ഒരു പൊളിഞ്ഞു വീഴാറായിട്ടുള്ള ഡിലാപ്പിലേറ്റഡ്, തകർന്നിരിക്കുന്ന ആ കോഴിക്കൂട്ടിൽ എന്ത് ചെയ്യാണ്, അയാൾ അതിനോട് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അയാളുടെ ദുരിതം നമ്മൾ എന്ത് ചെയ്തു, വായനക്കാരിൽ എത്തിച്ചു. ഇനി നോക്കിയേ, it's shameful, one resident commented. They are treating him like a circus animal, not a person. ഒരാളുടെ അഭിപ്രായം അല്ലേ നമ്മൾ എഴുതിയിരിക്കുകയാണ് ഇവിടെ. എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, നാണം കെടുത്തുന്ന കാര്യമാണ്. അയാൾ ഒരു മനുഷ്യനെ പോലെയല്ല, പകരം ഒരു സർക്കസിലെ മൃഗത്തിനെ പോലെയാണ് ആളുകൾ ഇയാളോട് പ്രതികരിക്കുന്നത് എന്ന ഒരു റിയാക്ഷൻ നമ്മൾ ഒരു കോട്ടായിട്ട് എഴുതി. Pelayo defended the couple's actions, saying they were simply managing the situation as best they could. പക്ഷേ പെലായോ എന്താ ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എതിർക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്, ഇവിടുത്തെ തിരക്കുണ്ടല്ലോ, ക്രൗഡഡ് സിറ്റുവേഷൻ ആണ്, അതിനെ ഞങ്ങൾ മാനേജ് ചെയ്യുകയാണ് എന്നാണ്. അതും എങ്ങനെ, ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ, ഏറ്റവും മികച്ച രീതിയിൽ ഞങ്ങൾ മാനേജ് ചെയ്യാണ് എന്ന് പെലായോ തിരിച്ചടിച്ചു. അല്ലേ, വാർത്തകളിലൊക്കെ നമ്മൾ ഇങ്ങനെയല്ലേ വായിക്കാൻ, മറുപടി പറഞ്ഞു, ഉത്തരം നൽകി എന്നുള്ള കാര്യം എന്ത് ചെയ്യാണ്, നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നു, നമ്മൾ നല്ലൊരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. The true identity and origin of the winged man remain unknown, fueling ongoing debate in the village. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ആളുകളുടെ അഭിപ്രായം വരെ വന്നു കഴിഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ഒരു ഫോളോ അപ്പ്, ഒരു അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു ലീസ്റ്റ് ഇൻഫോർമേഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. എന്താണ്, ആരാണ് ഇയാൾ എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരമില്ല, ധാരണയില്ല. അതെന്ത് ചെയ്യാണ്, ഓൺഗോയിങ് ഡിബേറ്റ്, അവിടെയുള്ള സംവാദങ്ങൾ, ആളുകൾ തമ്മിലുള്ള ചർച്ചകൾക്കൊക്കെ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ ഫ്യൂവൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, കത്തിക്കൊണ്ടിരിക്കുകയാണ്. വെദർ ഏഞ്ചൽ, anomaly or something else entirely, the man's presence continues to stir both curiosity and concern. അല്ലേ, ഇയാൾ ആരാണ് എന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഒരു മാലാഖയാണോ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റെന്താണോ, അനോമലി, ഒരു സാധാരണഗതിയിലുള്ള കാര്യമാണോ എന്നുള്ളതൊന്നും ഇവർക്കറിയില്ല. അതുപോലെ തന്നെ എന്താണ്, ആളുകൾക്കിടയിൽ ക്യൂരിയോസിറ്റിയും കൗതുകവും കൺസേൺ, ഒരു ഉത്കണ്ഠയും സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വാർത്ത എൻഡ് ചെയ്യുന്നു. മക്കളെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 5 മാർക്ക് ഉറപ്പായും നമ്മുടെ ആൻസർ പേപ്പറിൽ കിട്ടും. നമ്മൾ അതിൻ്റെ എല്ലാ ഫോർമാറ്റും പാലിച്ചിട്ടുണ്ട്, ടെംപ്ലേറ്റും പാലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഡ് പാരഗ്രാഫ്, ബോഡി, കൺക്ലൂഷൻ എന്ന രീതിയിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. മക്കൾ ഒരു കാര്യം ചെയ്യുക, വരാൻ പോകുന്ന ചാപ്റ്ററുകളും എടുത്ത് വായിച്ചു നോക്കുക, കഥകൾ മനസ്സിലാക്കുക. ഇതുപോലുള്ള ഇൻസിഡന്റുകൾ ഉണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ന്യൂസ് റിപ്പോർട്ടും എഴുതി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഹമാര പോക്കറ്റ് മേ. അപ്പം അടുത്തൊരു ക്ലാസ്സിൽ ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുന്ന മറ്റൊരു ടോപ്പിക്കായിട്ട് സാറ് വരാം. അതുവരെ നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.